നമ്മുടെ ഹിമാലയത്തിലെ ഏറ്റവും സുന്ദരമായ പുൽത്തകിടിയും ഭൂപ്രദേശവും ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാൻ പറ്റും ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സാണത്. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള യാത്ര തന്നെ ഏറെ സാഹസികത നിറഞ്ഞതാണ്. കിലോമീറ്ററുകൾ നടക്കാതെ ആർക്കും ഈ ഒരു സ്വപ്ന താഴ്വരയിലേക്ക് എത്താനാവില്ല. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള വഴി നന്ദാദേവി ബയോസ്ഫിയർ റിസർവിനകത്തുകൂടെയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ ഒന്നുകൂടിയാണ് നന്ദാദേവി ഹിൽസ്. അപൂർവ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് ഈ ഹിമാലയ കൊടുമുടിയും താഴ്വരയുമൊക്കെ. ചുറ്റിലും മാനം മുട്ടി നിൽക്കുന്ന പർവ്വത ശിഖരങ്ങളാണ്. ജോഷിമഠിൽ നിന്ന് ബദ്രിനാഥിലേക്കുള്ള റോട്ടിലൂടെ അളകനന്ദ നദിക്കരയിലൂടെയാണ് യാത്ര. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഗോവിന്ദ് ഘട്ടിൽ നിന്നാണ്. അളകനന്ദ നദിയുടെ തീരത്തുള്ള ഈ ഇടത്താവളത്തിൽ വലിയൊരു ഗുരുദ്വാരയുണ്ട്. ഹേംകുണ്ട് സാഹിബ് യാത്രികർക്കുള്ള സത്രം കൂടിയാണത്. ഇവിടെ മുതൽ ഒരു 4 കിലോമീറ്റർ ദൂരെ പുൽന ഗ്രാമമാണ്. ഈ ഗ്രാമം വരെ ഇപ്പോൾ ജീപ്പ് സവാരിയുണ്ട്. കൃഷിയും കന്നുകാലി പരിപാലനവും വനവിഭവ ശേഖരണവുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന പഹാടികൾ താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമാണ് പുൽന. ഇവിടെ നിന്ന് ഊന്നുവടികൾ വാങ്ങിയോ വാടകയ്ക്കെടുത്തോ ആണ് സഞ്ചാരികൾ ഈ മല കയറുന്നത്. പുൽന ഗ്രാമത്തിലെ കടകളിലെല്ലാം ഈ വടിക്കച്ചവടം സജീവമാണ്. പുൽനയിൽ നിന്ന് കാൽനടയായി 12 കിലോമീറ്റർ കയറിപ്പോയാൽ ബേസ് ക്യാമ്പായ ഗംഗരിയയിലെത്താം. 8 മണിക്കൂർ സമയമെടുത്താണ് ഞങ്ങൾ ഗംഗരിയയിലെത്തിയത്. നടക്കാൻ പ്രയാസമുള്ളവർക്ക് കുതിര സവാരിയുമുണ്ട്. 3-3.5 മണിക്കൂർ കൊണ്ട് കുതിരകൾ കുന്നുകയറും. പുൽന ഗംഗരിയ യാത്ര വളരെ ദുഷ്കരമാണെങ്കിലും വഴിയിലെ കാഴ്ചകൾ നമ്മുടെ കാലടികൾക്ക് ഊർജം പകരുന്നവയാണ്. ബ്യുന്ദർ ഗംഗ എന്നറിയപ്പെടുന്ന ലക്ഷ്മൺ ഗംഗ നദിയുടെ ഓരത്തുകൂടെയാണ് യാത്ര. പുഴയിലേക്ക് പതിക്കുന്ന ചെറുതും വലുതുമായ പല വെള്ളച്ചാട്ടങ്ങളുണ്ട്. പിന്നെ മനം മയക്കുന്ന ബ്യുന്ദർ താഴ്വാരം തന്നെ മനോഹരമായൊരു കാഴ്ചയാണ്. പച്ചപ്പും ഹിമപാതവും മാത്രമല്ല, അനേക ഇനം ഓർക്കിഡുകൾ കൂടി പൂത്തു നിൽക്കുന്നുണ്ട് ബ്യുന്ദറിലെ ഈ കുന്നുകളിൽ. ചെങ്കുത്തായ മലഞ്ചെരുവിൽ ഉയരത്തിൽ വളരുന്ന ദേവദാരു മരങ്ങളുണ്ട്, പൈൻ മരങ്ങളുണ്ട്. ബ്യുന്ദർ താഴ്വാരത്തെ സസ്യലോകം തന്നെ വളരെ വൈവിധ്യപൂർണ്ണമാണ്. യാത്രയിലുടനീളം നമുക്ക് റോഡോഡെൻഡ്രോൺ എന്നറിയപ്പെടുന്ന മരങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാട്ടുചെമ്പരത്തിയാണ്, സ്നോറോസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പൂക്കാലം കഴിഞ്ഞൊരു സീസണാണിത്. എന്നിരുന്നാൽ പോലും മനോഹരമായ വെള്ളി നിറമുള്ള ഇലകളാൽ സമ്പന്നമാണ് റോഡോ ചെടികൾ. അതൊരു ഔഷധ സസ്യം കൂടിയാണ്. ബ്യുന്ദറിലെ പോലീസ് ചൗക്കി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഗ്രാമീണർ കൃഷി ചെയ്യുന്ന വാൾനട്ട് മരങ്ങളുടെ തോട്ടങ്ങൾ ഈ പുഴയോരത്തും കുന്നിൻ ചെരുവിലുമൊക്കെയായി ധാരാളമായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കടലയും അമരപ്പയറും ചീരകളുമൊക്കെ വിളയുന്ന ഒരു മണ്ണാണ് ബ്യുന്ദറിലെ പോലീസ് ചൗക്കിയിലെ ഈ ഗ്രാമം. മലഞ്ചെരുവിൽ സ്വയം പര്യാപ്തരായി ജീവിക്കുന്ന പഹാടികളുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായി നമുക്കിവിടെ അനുഭവപ്പെടും. ഹൃദ്യമായ പെരുമാറ്റമാണ്. സവിശേഷമായ ആതിഥ്യ മര്യാദ കൊണ്ട് ആരുടെയും മനം കവരുന്ന ഈ ഗ്രാമീണർ നമ്മെ അവരുടെ ആതിഥ്യം കൊണ്ട്, സ്വീകരണം കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കും. അപൂർവമായ വനവിഭവങ്ങളും ഔഷധ സസ്യങ്ങളുമെല്ലാം ശേഖരിക്കുന്നവർ കൂടിയാണ് ഈ ഗ്രാമീണർ. ലക്ഷ്മൺ ഗംഗ നദിക്ക് കുറുകെ ഒരു തൂക്കുപാലം കാണാൻ പറ്റും. വർഷകാലത്തെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നുപോയ പഴയ പാലത്തിന് പകരമാണ് ഉയരത്തിലുള്ള പുതിയ പാലം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഗംഗരിയയിലേക്കുള്ള കുതിരസവാരി ഈ പാലത്തിലൂടെയാണ്. കാറ്റും വെള്ളച്ചാട്ടവും കിളികളുമൊക്കെ ചേർന്നൊരുക്കുന്ന ശബ്ദവിരുന്നാണ് ഈ താഴ്വാരം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഈ കുന്നു കയറിപ്പോകുന്ന യാത്രകൾ കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും തടി തളരും, കാല് നന്നായി കഴയ്ക്കും. വളരെ പ്രയാസത്തോടു കൂടി ശരീരം ഇങ്ങനെ ദുർബലപ്പെടുമ്പോഴും മനസ്സിങ്ങനെ തുടിക്കുന്നതാണ് ഈ ഒരു ഹിമാലയൻ താഴ്വാരത്തിൻ്റെ ഒരു പ്രത്യേകത. വഴിയോരത്തിങ്ങനെ വിറ്റാമിൻ സി സമ്പന്നമായ പലതരത്തിലുള്ള ബെറികളും ചെറികളും പല കാട്ടുകനികളുമുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ഇസാലു എന്ന് വിളിക്കുന്ന ഒരു കാട്ടുപഴം. ഇത് സത്യത്തിൽ നമ്മുടെ മൾബറി, സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എന്നൊക്കെ പറയുന്ന ബെറി വിഭാഗത്തിൽപ്പെട്ട ഒരു തരത്തിലുള്ള റാസ്ബെറിയോട് സാമ്യമുള്ള ഒരു കാട്ടു ബെറിയാണ്, വൈൽഡ് ബെറി. ഈ പഴങ്ങളൊക്കെ പറിച്ച് തിന്ന് ആ കാട്ടുചോലയിൽ നിന്ന് വെള്ളം കുടിച്ച് പതുക്കെ നമുക്ക് വീണ്ടും മല കയറാം. ഗംഗരിയയിലേക്കുള്ള യാത്രയുടെ പാതി ദൂരം മാത്രമാണ് നമ്മൾ ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളത്. ഇനിയും പകുതി ദൂരം കൂടി പിന്നിടാനുണ്ട്. ഉയരങ്ങളിലേക്ക് കയറുന്നതോടെ പിന്നെയും നമുക്ക് വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു കാട്ടിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഹിമാലയൻ കരിങ്കരടിയാണ് ആ കൂട്ടത്തിലെ അപകടകാരിയായ മൃഗം. നേരം ഇരുട്ടുന്നതിന് മുമ്പേ തന്നെ ഇതുവഴി കടന്നു പോകണമെന്നാണ് യാത്രക്കാർക്ക് നൽകുന്ന നിർദ്ദേശം. കഴിയുന്നതും കൂട്ടമായി തന്നെ സഞ്ചരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വഴിയിലുടനീളം ഹിമാലയൻ പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. വാലി ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഷ്പവതി നദി താഴേക്ക് പതിക്കുന്ന ശബ്ദം അകമ്പടിയായിട്ടുണ്ട്. വളഞ്ഞു പൊളഞ്ഞുള്ള ഒറ്റയടിപ്പാത കയറി എത്തുന്നത് ഗംഗരിയ
താഴ്വരയിലാണ്. ഇപ്പോഴേക്ക് ഏതാണ്ട് ഒരു 10-11 കിലോമീറ്റർ നമ്മൾ പിന്നിട്ട് കഴിയും. ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട്. ഗോവിന്ദ് ഘട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ സർവീസ് ഇപ്പോൾ ലഭ്യമാണ്. സഞ്ചാരികൾക്കായുള്ള കൂടാരങ്ങളുടെ ഒരു താഴ്വര കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഗംഗരിയ താഴ്വാരം. തട്ടുതട്ടായി തമ്പുകൾ. ട്രക്കർമാരും ബാക്ക് പാക്കർമാരും ബൈക്കേഴ്സുമെല്ലാം തമ്പടിക്കുന്നത് ഇവിടെയാണ്. ഇനിയും 1 കിലോമീറ്ററിലധികം കയറി ചെന്നാലാണ് ഗംഗരിയ പോലീസ് ചൗക്കിയിലെത്തുക. മലമുകളിലെ ഈ ഒറ്റപ്പെട്ട ഗ്രാമത്തിന് എപ്പോഴും ഒരു മഹാനഗരത്തിൻ്റെ ചടുലതയുണ്ട്. പലതരം റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പഞ്ചാബി ധാബകൾ എല്ലാം ചേരുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് കൂടിയാണിത്. പിസ്സയും ബർഗറും തുടങ്ങി ബ്രാൻഡഡ് ഫുഡ് ഐറ്റംസ് ലഭിക്കുന്ന ഭക്ഷണശാലകളാണ് അധികവും. മോട്ടോർ വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു റിമോട്ട് വില്ലേജിൽ ഇങ്ങനെ സജീവമായൊരു കമ്പോളം ഒരുക്കിയതിന് പിന്നിൽ വലിയ മനുഷ്യാധ്വാനം തന്നെയുണ്ട്. ഹോം സ്റ്റേകളുണ്ട്, ഹോട്ടലുകൾ, തമ്പുകൾ, ഇതെല്ലാം അടങ്ങിയ ഈ താമസ കേന്ദ്രം രാവും പകലും ഒരുപോലെ തിരക്കാണ് ഇവിടെ. ഗോവിന്ദ് ധാം എന്നുകൂടി അറിയപ്പെടുന്ന ഗംഗരിയയിലും സിഖ് മതവിശ്വാസികളുടെ ഒരു ആരാധനാലയമുണ്ട്. ഹേംകുണ്ട് സാഹിബ് ട്രക്കിങ്ങിനെത്തുന്നവരുടെ ഇടത്താവളമാണത്. ഇവിടെ എത്തിയാൽ പിന്നെ താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമാണ്. സഞ്ചാരികളിലും കച്ചവടക്കാരിലും ഒക്കെ ഭൂരിഭാഗവും പഞ്ചാബികളാണ്. പഞ്ചാബി ധാബകളാണ് കൂടുതൽ ഭക്ഷണശാലകളും. ഇവിടെ ഒരു രാത്രി തങ്ങിയിട്ട് വേണം ഇനി വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള ട്രക്കിംഗ് നടത്താൻ. 12 കിലോമീറ്റർ കാൽനടയായി കയറി എത്തുന്നവർക്ക് ശരിക്കും ക്ഷീണം മാറ്റാനുള്ള ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ ഗംഗരിയ ഒരു ആശ്വാസ കേന്ദ്രം തന്നെയാണ്. വാഹനം എത്താത്ത ഈ സ്ഥലങ്ങളിൽ ഇവർ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും പണിതുയർത്തിയിരിക്കുന്നു. ദിവസവും കാലത്ത് കുതിരകളും കോവർ കഴുതകളുമൊക്കെയാണ് ഇവിടേക്ക് ചരക്കുകൾ എത്തിക്കുന്നത്. അരിയും പച്ചക്കറികളും ധാന്യങ്ങളും മാത്രമല്ല, നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ പോലും മറ്റു വഴികളൊന്നുമില്ല. അതുകൊണ്ട് ഈ കുതിരപ്പുറത്ത് വലിയ ഇരുമ്പ് കഷ്ണങ്ങളും അതുപോലെയുള്ള മരത്തടികളുമൊക്കെ ആയിട്ട് അതിരാവിലെ തന്നെ ഈ ഗംഗരിയയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഈ കുതിര അതുപോലെ കോവർ കഴുതകളുടെയൊക്കെ സംഘത്തെ നമുക്ക് ധാരാളമായിട്ട് അവിടെ കാണാൻ പറ്റും. ഗംഗരിയ ശരിക്കും ഒരു അത്ഭുത നഗരമാണ്. മലകയറ്റത്തിന് ആവശ്യമായ വസ്തുക്കളൊക്കെയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. നടന്ന് കാല് കഴച്ചവർക്ക് മസാജ് ചെയ്തു തരാനായിട്ട് നാടൻ മാലീഷുകാരുണ്ട്. കുറേ കൂടി സൗകര്യത്തോടു കൂടി ക്ഷീണം മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് റിലാക്സ് ചെയറുകളുണ്ട്. ശൈത്യകാലത്ത് പൂർണ്ണമായി മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഈ പ്രദേശം സമ്പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കും. ഒരാൾക്കും അങ്ങോട്ടേക്ക് ആ സമയത്ത് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇവിടെയുള്ള താമസക്കാരും കച്ചവടക്കാരുമൊക്കെ കുന്നിറങ്ങുന്നൊരു സമയം കൂടിയാണത്. താഴെ ഗ്രാമങ്ങളിലേക്ക് അവർ ആ സമയം മാറും. മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ പ്രദേശം സജീവമാകുന്നത്. സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി വീണ്ടും മഞ്ഞ് വീഴും. പിന്നെ അത് ഹിമക്കരടികളുടെയും ഹിമപ്പുലികളുടെയും ഒക്കെ സങ്കേതമായിട്ട് മാറും. അപ്പോൾ മനുഷ്യരായ ആരും തന്നെ അവിടെ ഉണ്ടാവില്ല. ആ പ്രദേശത്തുനിന്ന് ആളുകൾ കുന്നിറങ്ങിപ്പോയി അടുത്ത ഒരു മെയ് മാസത്തോടു കൂടിയാണ് പിന്നീട് അവിടേക്ക് കച്ചവടക്കാരെത്തും, പിന്നീട് കുതിരസവാരിക്കാരെത്തും. അതിനുശേഷം ഈ ഹേംകുണ്ട് സാഹിബിലേക്കുള്ള തീർത്ഥാടകരെത്തും. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സ്വപ്ന തകിടി, ആ പുൽത്തകിടി കാണാനെത്തുന്ന സഞ്ചാരികളും ബാക്ക് പാക്കേഴ്സും ട്രക്കർമാരും എല്ലാവരും എത്തും. ഏതായിരുന്നാലും ഗംഗരിയയെ നമുക്ക് ശരിക്കും ഒരു അത്ഭുത നഗരമെന്ന് തന്നെ വിളിക്കാം.